ഹായ് ആദാബ്. ആവാസ് ഉറുദു ഓൺലൈൻ കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മൊബൈലിൽ എങ്ങനെ നമുക്ക് ഉറുദു ടൈപ്പ് ചെയ്യാം, വാട്സപ്പിൽ എങ്ങനെ നമുക്ക് ഉറുദുവിൽ മെസ്സേജ് അയക്കാം, ഇൻ്റർനെറ്റിൽ എങ്ങനെ നമുക്ക് ഉറുദു സെർച്ച് ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുക എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഒരു ഉറുദു കീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പ്ലേ സ്റ്റോറിൻ്റെ ബട്ടൺ കാണാൻ എല്ലാവർക്കും പരിചയമുള്ളതാണ് പ്ലേ സ്റ്റോർ. ആ പ്ലേ സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. പ്ലേ സ്റ്റോർ എടുത്തിട്ട് പ്ലേ സ്റ്റോറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. ഉറുദു കീബോർഡ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഉറുദു കീബോർഡ് എന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരുപാട് കീബോർഡുകൾ വരും. ഇതിൽ ഏത് കീബോർഡുകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല കീബോർഡുകൾ ഒരുപാടുണ്ട്. ഞാനിതിൽ ഈസി ഉറുദു കീബോർഡ് 2020 എന്ന് പറയുന്ന കീബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഇത് വരും. അതിൽ ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആപ്പ് ഇൻസ്റ്റാൾ ആയി. ഇപ്പോൾ നമ്മുടെ കീബോർഡ് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ സെലക്ട് ഈസി ഉറുദു എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈസി ഉറുദു എന്ന കീബോർഡ് വന്നതായി കാണാം. ഇപ്പോൾ ടിക്ക് മാർക്കുള്ളതാണ് ഇപ്പോൾ ആക്റ്റീവ് ആയിരിക്കുന്ന കീബോർഡ്. ഇതെൻ്റെ ഫോണിൽ നിലവിലുള്ള കീബോർഡിലാണ് ഇപ്പോൾ ടിക്ക് മാർക്ക് ഉള്ളത്. അത് മാറ്റിയിട്ട് ഈസി ഉറുദു എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി കീബോർഡ് നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ ടൈപ്പിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ ആസാൻ ഉറുദു എന്നുള്ളിടത്തൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ കീബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈസി ഉറുദു കീബോർഡ്. ഈ കീബോർഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറുദു ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ അല്ലാമ ഇക്ബാൽ എന്ന് ടൈപ്പ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അല്ലാമ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഈ സ്പേസ് അമർത്തുന്നതോടുകൂടി അല്ലാമ എന്നായി മാറി. സ്പേസ് എന്ന് പറയുന്നത് ഈ ഈസി ഉറുദു എന്ന് എഴുതിയ ബട്ടണാണ് സ്പേസ്. അത് അമർത്തുന്നതോടുകൂടി അല്ലാമ എന്ന് ഉറുദുവിലായി വന്നു. ഇനി ഇക്ബാൽ എന്നെഴുതി സ്പേസ് അമർത്തിയപ്പോൾ അല്ലാമ ഇക്ബാൽ എന്ന് വന്നു. ഈ രൂപത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ അവസാനത്തെ ഭാഗത്ത് അലിഫ് ബേ തേ എന്നൊരു കീ കാണുന്നുണ്ടാവും. ഈ അലിഫ് ബേ തേ എന്ന കീയിൽ പ്രസ് ചെയ്താൽ നമുക്ക് ഉറുദു അക്ഷരങ്ങൾ തന്നെ കീബോർഡിൽ വരുന്നതാണ്. ഇങ്ങനെയും നമുക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ഉറുദു ചെയ്യാൻ വേണ്ടിയിട്ട് അലിഫ് ബേ തേ എന്ന കീയിൽ ക്ലിക്ക് ചെയ്ത പോലെ ഇപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവുക ABC എന്നുള്ള ബട്ടണായിരിക്കും. ആ ABC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മുകളിലുള്ള ഈ ഈസി ഉറുദു എന്നുള്ളത് ഓഫ് ചെയ്തിട്ടാൽ മാത്രമേ അത് ഇംഗ്ലീഷ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ സ്പേസ് അമർത്തുന്നതോടുകൂടി അതും ഉറുദു ആയിട്ട് വരും. അപ്പോൾ ഈസി ഉറുദു എന്നുള്ളത് നമുക്ക് ഓഫ് ചെയ്തിടാം. ഇനി നമുക്ക് ഇംഗ്ലീഷിലും ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനി നമുക്ക് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് വാട്സപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ
ഗൂഗിൾ സെർച്ചിലും ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പം വാട്സപ്പിൽ ഞാൻ ആദ്യം ഇംഗ്ലീഷിൽ ഉറുദു എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഈസി ഉറുദു എന്നുള്ളത് ഓണാക്കിയതിന് ശേഷം വീണ്ടും ഉറുദു എന്ന് ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് അമർത്തുമ്പോൾ ഉറുദുവിൽ ഉറുദു എന്ന് എഴുതാൻ പറ്റുന്നു. അപ്പോൾ ഈ വീഡിയോ ഇതുവരെ ഉറുദു കീബോർഡ് ഉപയോഗിക്കാത്ത ആളുകൾക്കൊക്കെ ഉപയോഗപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.